ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു ഈസി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗാർലിക് ബട്ടർ പർമേസൻ പാസ്ത. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ പാസ്ത സ്പെഗറ്റി എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ കുക്കിംഗ് ക്രീം, പിന്നെ റോസ്മേരി, ഒറിഗാനോ, നട്ട്മെഗ് പൗഡർ, പർമേസൻ ചീസ്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കുക. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, ഉപ്പ് ചേർക്കുക, സ്പെഗറ്റി അതിലേക്ക് ഇടുക വേണ്ടുന്നത്. പിന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഒരു ബ്ലോക്ക് ബട്ടർ ചേർക്കുക. ബട്ടർ ഉരുകി വന്നാൽ ഗാർലിക് ഇടുക. ഗാർലിക് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അത് മൂത്ത് വരുമ്പം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് കുക്കിംഗ് ക്രീം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം കുക്കിംഗ് ക്രീം ചേർക്കുമ്പോൾ. ഇനിയുള്ള കുക്കിംഗ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇനി പൗഡേഴ്സ് എല്ലാം ചേർക്കും. പെപ്പർ പൗഡർ ചേർക്കും, പിന്നെ ഒറിഗാനോ, റോസ്മേരി, പിന്നെ നട്ട്മെഗ് പൗഡർ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബാക്കിയുള്ള കുക്കിംഗ് ക്രീമും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 200 ml കുക്കിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഗാർലിക് പൗഡർ ചേർക്കും. ഇത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചീസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർക്കുക. ഇത് വീണ്ടും ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ചീസ് കട്ട പിടിക്കാണ്ട് നോക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ കുറച്ച് പാസ്ത വാട്ടർ ആഡ് ചെയ്യും. കുറച്ചായിട്ട് നിങ്ങൾക്ക് എത്ര ഇത് ക്രീമിനെസ് വേണോ അത്രയും പാസ്ത വാട്ടർ ആഡ് ചെയ്യുക. ഇതൊന്ന് ലൂസാക്കുക. നല്ല തിക്ക് ആൻഡ് ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് അനിയൻ സോൾട്ട് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ പാസ്ത അതിലേക്ക് ഇടുക. കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.